നമസ്കാരം. ബേക്കൽ ബീച്ച് ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന റാപ്പർ വേഡിന്റെ സംഗീത പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ വിശദീകരണവുമായി സംഘാടകർ. പരിപാടിക്ക് ടിക്കറ്റ് ഇല്ലാതെ നിരവധി പേർ ഇടിച്ചു കയറിയതാണ് അപകടമുണ്ടാക്കിയതെന്ന് സംഘാടകർ പറഞ്ഞു. എല്ലാം നിയന്ത്രണ വിധേയമായിരുന്നുവെന്നും അപ്രതീക്ഷിതമായി മുൻഭാഗത്തേക്ക് ആളുകൾ ഇടിച്ചു കയറിയെന്നും BRDC MD പറഞ്ഞു. 25,000-ഓളം പേർ സ്ഥലത്തുണ്ടായിരുന്നുവെന്നാണ് അനുമാനം. റെയിൽപാളം, ബീച്ച് എന്നിവിടങ്ങളിലൂടെ ആളുകൾ കയറി. ബാരിക്കേഡിനകത്തേക്ക് നിശ്ചയിച്ചതിൽ കൂടുതൽ ആളുകൾ കയറി. ആ ഘട്ടത്തിൽ അവരെ പുറത്തേക്ക് ഇറക്കുക സാധ്യമല്ലാതിരുന്നതിനാൽ പോലീസ് നിയന്ത്രിക്കുകയായിരുന്നുവെന്നും സംഘാടകർ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. ഇന്നലെ നടന്ന പരിപാടിയിൽ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. പരിപാടി കാണുന്നതിനായി പാളം മുറിച്ചു കടക്കുന്നതിനിടെ പൊയ്നാച്ചി സ്വദേശി ശിവാനന്ദ് ട്രെയിൻ തട്ടി മരിച്ചിരുന്നു. പരിപാടിക്ക് ടിക്കറ്റില്ലാതെ നിരവധി പേർ ഇടിച്ചു കയറിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു. വേടനെത്താൻ വൈകിയതിനാൽ പറഞ്ഞതിലും 1.5 മണിക്കൂർ വൈകിയാണ് പരിപാടി ആരംഭിച്ചത്. പരിപാടി തുടങ്ങി അധികം വൈകാതെ തന്നെ ജനക്കൂട്ടം നിയന്ത്രണാതീതമായി. തിരക്കിൽപ്പെട്ട് പലരും ബോധരഹിതരായി വീണു. പരിഭ്രാന്തി പടർന്നതോടെ അധികൃതർ ഇടപെട്ട് സംഗീത പരിപാടി നിർത്തിവെപ്പിച്ചു. തിരക്കിൽ പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചെങ്കിലും ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തിരക്ക് നിയന്ത്രിക്കാനാകാതെ പരിപാടി നിർത്തിവെച്ചതിന് പിന്നാലെ മടങ്ങിപ്പോവുകയായിരുന്ന യുവാവാണ് ഇന്നലെ ട്രെയിൻ തട്ടി മരിച്ചത്. മംഗളൂരു ഭാഗത്തേക്ക് പോവുകയായിരുന്ന തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ആണ് ഇടിച്ചതെന്നാണ് സൂചന. രാത്രി 10ഓടെ ഇതുവഴി പോയ ട്രെയിനിലെ ലോക്കോ പൈലറ്റാണ് മൃതദേഹം കണ്ടത്. നിയന്ത്രിക്കാൻ കഴിയാതായതോടെ തിക്കിലും തിരക്കിലും വിട്ട ആളുകൾക്ക് ശ്വാസം മുട്ടുകയും ചിലർ ബോധരഹിതരാകുകയും ചെയ്തു. ഇതോടെ പരിപാടി നിർത്തിവെക്കാൻ അധികൃതർ നിർദ്ദേശിക്കുകയായിരുന്നു. പരിപാടി നിർത്തിവെച്ചതോടെ ആളുകൾ പിരിഞ്ഞുപോയി. സമീപമുള്ള റെയിൽപാളത്തിലൂടെയാണ് പലരും നടന്നുപോയത്. ഇതിനിടയിലാണ് 2 പേരെ ട്രെയിൻ ഇടിക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്തത്. പരിപാടി നിർത്തിവെച്ചതിനെ തുടർന്ന് മടങ്ങിപ്പോകാൻ റെയിൽവേ പാളം മുറിച്ചു കടക്കുന്നതിനിടയിലാണ് ശിവാനന്ദിനെയും മറ്റൊരു യുവാവിനെയും ട്രെയിൻ ഇടിച്ചത്. ശിവാനന്ദ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയും കൂടെയുണ്ടായിരുന്ന യുവാവിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. നേരത്തെ കാസർഗോഡ് തന്നെ നടന്ന ഹനാൻ ഷായുടെ പരിപാടിക്കിടെയും സമാനമായ രീതിയിൽ തിരക്ക് മൂലം അപകടമുണ്ടായിരുന്നു. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന പ്രദർശനമേളയിലാണ് നവംബറിൽ അപകടമുണ്ടായത്. 20ഓളം പേരെയാണ് അന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്.